ഹായ് മക്കളെ, നമ്മളിപ്പോൾ കുറേ നേരമായില്ലേ പഠിക്കണേ. ഇനി നമുക്കൊരു കളി കളിച്ചാലോ? ടീച്ചർ നിങ്ങൾക്ക് ഒരു പേജിൽ നിറയെ ഡോട്ടുകൾ ഇട്ട് തരുന്നുണ്ട്. ആ ഡോട്ടുകൾ യോജിപ്പിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ തയ്യാറാക്കി നോക്കാം നമുക്ക്. ഡോട്ടുകൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ധാരാളം രൂപങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ? ഈ രൂപങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ രൂപങ്ങളെ പൊതുവായി എന്തെങ്കിലും പേരുകൾ പറയുന്നുണ്ടോ? എന്തായിരിക്കും ആ പേരുകൾ? നമുക്ക് നോക്കിയാലോ? നമ്മുടെ അമ്മുവും മിന്നുവും കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരടുത്തു കൂടെ ഉറുമ്പുകൾ ഇങ്ങനെ വരിയായിട്ട് പോകുന്നു. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? അത് നോക്കി നിന്നു. നമ്മുടെ കുറുമ്പിയായ മിന്നു എന്ത് ചെയ്തു? ആ ഉറുമ്പുകളെ പോയി വഴിയൊക്കെ അങ്ങോട്ട് തെറ്റിച്ചു. അങ്ങനെ ഉറുമ്പുകളൊക്കെ പല സ്ഥലത്തായി. അങ്ങനെ ഒരു ഉറുമ്പിന്റെ അടുത്ത് പോയിട്ട് മിന്നു അതിനെ കളിപ്പിക്കായിരുന്നു. അപ്പൊ എങ്ങനെയാണോ നമ്മുടെ അമ്മു പറഞ്ഞു, നീ എന്ത് ചെയ്യണം? അതിനെവിടേക്കും പോകാണ്ട് അതിനെ വഴി തടയണം, അതിനെ അടച്ചിടണം എന്ന് പറഞ്ഞു. എങ്ങനെ അടച്ചിടണം? ഏറ്റവും കുറഞ്ഞ വശങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി വശങ്ങളുടെ പ്രത്യേകതയുണ്ട്. എന്താണ് അത്? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, എന്നാല് നേർരേഖ ആയിരിക്കണം. അപ്പൊ ആദ്യം കുറച്ചു നേരം അമ്മു ആലോചിച്ചു. പിന്നീട് അമ്മു ആ ഉറുമ്പിനെ എങ്ങനെയായിരിക്കും അതിനെ എവിടേക്കും പോകാണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക? മിന്നു ഉറുമ്പിനെ എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കണേ? മിനിമം വശങ്ങൾ അല്ലേ? ഏറ്റവും കുറവ് വശങ്ങൾ ഉപയോഗിച്ച്. വശങ്ങളുടെ പ്രത്യേകത എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടെ എത്ര വശങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മിന്നു? 3 അല്ലേ? ഇനി വശങ്ങളോ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഈ രൂപത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്ത് പേര് പറയുക? യെസ്, എന്താ? ട്രയാങ്കിൾ, ത്രികോണം എന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുള്ള ജാമിതീയ രൂപങ്ങൾ വേറെ ഏതൊക്കെയാണ്? സ്ക്വയർ പഠിച്ചിട്ടുണ്ട് അല്ലേ? സമചതുരം. പിന്നെയോ റെക്റ്റാങ്കിൾ, ചതുരം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപങ്ങൾക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ടല്ലോ. എന്താണ് പ്രത്യേകത? അവയുടെ വശങ്ങൾ സ്ട്രെയിറ്റ് ലൈനാണ്. പിന്നെയോ ഇവ ക്ലോസ്ഡ് ആണ്, അടഞ്ഞ രൂപങ്ങളാണ് അല്ലേ? ഇങ്ങനെയുള്ള രൂപങ്ങളെ നമ്മൾ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ബഹുഭുജങ്ങളുടെ പ്രത്യേകത എന്താണ്? 3 അതിൽ കൂടുതൽ വശങ്ങൾ ഉണ്ടായിരിക്കും. വശങ്ങൾ എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ അടഞ്ഞ രൂപങ്ങളായിരിക്കും, എന്നാൽ അടഞ്ഞിരിക്കണം, ക്ലോസ്ഡ് ഫിഗേഴ്സ് ആയിരിക്കും. ഇവയെ നമ്മൾ ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺസ് എന്ന് പറയുന്നു. All these objects are polygons. A polygon is a plane figure described by a closed polygonal line. Look at these shapes. Can you see a polygon? The first shape is not a polygon because its polygonal line is not closed. The second shape is not a polygon either because it has a curved side. That's it! The third shape is a polygon because it's formed by a closed polygonal line. 4 ഷേപ്പുകൾ ടീച്ചർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പോളിഗൺസിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള ഷേപ്പ് ഏതാണെന്നൊന്ന് തിരഞ്ഞെടുത്തേ. ഏതായിരിക്കും? 4ാമത്തെ ഷേപ്പാണ് അല്ലേ? 1ാമത്തത് എന്തല്ലാത്തത്? അത് ക്ലോസ്ഡ് അല്ല. 2ാമത്തതോ? അത് അതിൻ്റെ സൈഡ്സ്, ഇതിന് സൈഡ്സ് ഇല്ല അല്ലേ? സൈഡ്സ് നമുക്ക് എങ്ങനെയായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അതുപോലെ തന്നെയാണ് 3ാമത്തതും. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? 4ാമത്തതാണ് കറക്റ്റ് ആൻസർ. And if the number of sides is 4, a quadrilateral, triangle, quadrilateral, pentagon and hexagon, heptagon, octagon, nonagon and decagon. A polygon with 5 sides is a pentagon. And if the number of sides is 6, it's a hexagon. A polygon
octagon. And if the number of sides is 8, it's an octagon. Triangle, quadrilateral, pentagon and hexagon, heptagon, octagon, nonagon and decagon. A polygon with 9 sides is a nonagon. Triangle, quadrilateral, pentagon and hexagon, heptagon, octagon, nonagon and decagon. നമ്മുടെ ചുറ്റുപാട് നമുക്ക് നിരവധി പോളിഗൺസ്, വിവിധ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ലേ? എവിടേക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മൾ വിദ്യാലയത്തിലേക്ക് നടന്നു വരുന്ന വഴിയിൽ സിഗ്നൽ ബോർഡുകൾ എല്ലാം പോളിഗൺസ് ഷേപ്പിലാണ് അല്ലേ? പിന്നെയോ നമ്മുടെ ക്ലാസ് മുറിയിൽ എവിടേക്കാ? ക്ലാസ് മുറിയിൽ ബെഞ്ച്, ഡെസ്ക്, വിൻഡോസ്, ബോർഡ്, ബുക്ക് അല്ലേ, എല്ലാം പോളിഗൺസിൻ്റെ ഷേപ്പുകളാണ്. പിന്നെയോ നമ്മൾ കളിക്കുന്ന ബോള് കളിക്കുന്ന അല്ലേ, ഓരോ ഉപകരണങ്ങളും പോളിഗൺസിൻ്റെ ഷേപ്പിലാണ്. ഇനി വീട്ടിലെ വിൻഡോസും അല്ലേ, മേശ, വിൻഡോസുകൾ, ചെയേഴ്സ്, അതൊക്കെ പോളിഗൺസ് ഷേപ്പിലാണ്. പിന്നെ അടുക്കളയിൽ എവിടെയാ? നമ്മുടെ വെണ്ടക്കായ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതില്ലേ, അതൊരു പോളിഗൺ ഷേപ്പാണ്. അങ്ങനെ നമുക്ക് ചുറ്റും വിവിധ ജാമതീയ രൂപങ്ങൾ അല്ലേ, പോളിഗൺസിൻ്റെ ഷേപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. Polygons, those geometric shapes found everywhere. Can you see that sign over there? Look at that kite. I'm going to has a triangular shape. Quadrilaterals have 4 sides. This sandwich or this kite are quadrilaterals. Pentagons have 5 sides. This swimming pool has the shape of a pentagon. Hexagons have 6 sides. These honeycomb cells have the shape of a hexagon. There are many types of polygons, but to learn how to read them, you need to use the corresponding prefix. It's very easy. A 7-sided polygon is a heptagon, and an 8-sided polygon, it's an octagon, and so on. ബഹുഭുജങ്ങൾ, പോളിഗൺസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചുറ്റുപാടും കാണുന്ന പോളിഗൺസിൻ്റെ ചിത്രങ്ങൾ ശേഖരിച്ച് നിങ്ങൾ ആൽബം തയ്യാറാക്കണം കേട്ടോ.